إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون നാം ബന്ധപ്പെടുന്ന ഏത് വിഷയത്തിലും പുരോഗതി കൈവരിക്കാൻ സാഹചര്യങ്ങൾക്ക് മുഖ്യമായ പങ്കുണ്ട്. ഫലഭൂയിഷ്ഠമായ ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിളവും ഫലഭൂയിഷ്ഠമല്ലാത്ത ഭൂമിയിലെ വല്ലതും നട്ടുകഴിഞ്ഞാൽ ഒന്നും ലഭിക്കാത്ത പോലെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച ഉപമയാണ് വൽ ബലദു ത്വയ്യിബ് യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബത ലാ യഖ്റുജു ഇല്ലാ നഖീദ. കുടുംബ സംവിധാനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് നമ്മുടെ മക്കൾ. മക്കൾ അല്ലാഹുവിന്റെ അനുഗ്രഹവും ദാനവുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്ന ഔലാദകും ഹിബത്തുല്ലാഹി ലക്കും, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ദാനമാണ്. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെയും നൽകും. വിശുദ്ധ ഖുർആനിലെ ഒരായത്തിലൂടെ തന്നെ അല്ലാഹു ഇത് ഉണർത്തിയിട്ടുണ്ട്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിന്റെ കയ്യിലാണ്. യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുക്കൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ മാത്രം കൊടുക്കും, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആണും പെണ്ണും ഇടകലർത്തി നൽകും. വയജഅലു മൻ യശാഉ അഖീമ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ മക്കളില്ലാത്തവരാക്കും. ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹു എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അനുഗ്രഹമായ ഈ മക്കളുടെ സംരക്ഷണം എന്നത് മാതാപിതാക്കളുടെ കടമയാണ്. ശുദ്ധമായ ഫിത്രത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല മക്കളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, മാതാപിതാക്കളാണ് ജൂതനോ ക്രൈസ്തവനോ മുസ്ലിമാക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം കുഞ്ഞു മുസ്ലിമാണ്. ഒരു കുഞ്ഞ് ഏത് മതക്കാരനാകട്ടെ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ശുദ്ധമായ ഫിത്രത്തിലാണ്. അവന്റെ സാഹചര്യങ്ങളാണ്, മാതാപിതാക്കളാണ് ആ ഫിത്രത്തിൽ മാതാപിതാക്കളുടെ ഇടപെടലുകളിലൂടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്.
മാതാപിതാക്കളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആ ഫിത്രത്ത് കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അത് കാത്തു സൂക്ഷിക്കാൻ സാഹചര്യങ്ങൾക്ക് മുഖ്യമായ പങ്കുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാര്യ, ഇണ എന്നത്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സ്വാലിഹ, അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹത്തായ ഒരു ഇണയെ ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ ഫഖദ് അആനഹു അലാ ശത്രി ദീനിഹി, ദീനിന്റെ പകുതി സംരക്ഷിക്കപ്പെട്ടു. ഫല്യത്തഖില്ലാ ഫി ശത്രിൽ ബാക്കി, ബാക്കിയുള്ള പകുതിയിൽ അവർ അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ എന്ന് പ്രത്യേകം പഠിപ്പിച്ചു. സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, റസൂലേ അയ്യുൽ മാലി നക്തസിബു യാ റസൂലല്ലാഹ്, എന്ത് സമ്പത്താണ് ദുനിയാവിൽ ഞങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ ദുനിയാവിൽ സമ്പാദിക്കേണ്ട 3 സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത്, 1 ഖൽബൻ ഷാക്കിറ, 2 ലിസാനൻ ദാക്കിറ, 3 വസൗജതൻ തുഈനു അലാ അഹദികും ഫി അംരിൽ ആഖിറ, നന്ദിയുള്ള ഹൃദയം, ദിക്ർ ചൊല്ലുന്ന നാവ്, ആഖിറത്തിന്റെ വിഷയത്തിൽ നിന്നെ സഹായിക്കുന്ന ഇണ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അപ്പൊ നല്ല ഭാര്യ, നല്ല ഇണ എന്നത് മക്കൾ ഉണ്ടാകുന്നതിന്, അല്ലെങ്കിൽ നല്ല സാലിഹായ മക്കൾ ഉണ്ടാകുന്നതിന് വളരെ മുഖ്യമായ പങ്ക് അതിലുണ്ട്. നമ്മൾ മരണപ്പെട്ടാലും നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രതിഫലം മുറിഞ്ഞു പോകാത്ത, മരണത്തോടു കൂടി പ്രതിഫലം മുറിഞ്ഞു പോകാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോ അവിടെ എണ്ണിപ്പറഞ്ഞ ഒന്നാണ് വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം എന്നത്. റഹ്മാനായ റബ്ബ് നമുക്ക് അനുഗ്രഹമായി നൽകിയ ഈ മക്കളെ ഏറ്റവും നന്നായി വളർത്തലും അവർക്ക് നല്ല പേരുകൾ ഇടുക എന്നത് രക്ഷിതാക്കളുടെ കടമയാണ്. സ്വാഭാവികമായും പലരും ചിന്തിക്കാറുണ്ട്, പേരിൽ എന്തിരിക്കുന്നു, പേരിൽ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. ആധുനികതയുടെ പേരിൽ അർത്ഥമില്ലാത്തതും ഭാഷ ഏതെന്നറിയാത്തതും മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് തിരിച്ചറിയാത്തതും ആണാണോ പെണ്ണാണോ എന്ന് വ്യക്തമാകാത്തതുമായ പേരിടുന്ന ആളുകളുണ്ട്. മക്കൾക്ക് പേരിടുക, പേര് നൽകുക എന്നത് ലളിതമായ കാര്യമാണ്. പക്ഷെ അതിനെ വളരെ സങ്കീർണമാക്കി തീർക്കുന്നു. എത്ര നല്ല പേര് കിട്ടിയാലും പോരാ, വേറെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ, ആരും ഇടാത്ത പേര് തെരഞ്ഞു നടക്കുന്നവർ, പുതുമ അന്വേഷിക്കുന്നവർ, ഉപ്പയുടെയും ഉമ്മയുടെയും അക്ഷരങ്ങൾ ചേർത്ത് പേരുണ്ടാക്കുന്നവർ, പേര് നൽകപ്പെട്ടതിന് ശേഷം അതിന് അർത്ഥം തിരയുന്ന ആളുകൾ, കേൾക്കാൻ നല്ല രസമുള്ള പേര് പക്ഷേ മോശപ്പെട്ട അർത്ഥം വരുന്ന പേര്, ഇങ്ങനെ പല തരത്തിൽ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ എന്തിനാണ്? ഇത്ര ഗൗരവമായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നകും തുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും, ഖിയാമത്ത് നാളിൽ നിങ്ങളെ വിളിക്കപ്പെടുക നിങ്ങളുടെ പേര് വെച്ചിട്ടാണ്. ദുനിയാവിൽ ഉള്ള നിങ്ങളുടെ പേര് വെച്ചിട്ടാണ് ഖിയാമത്ത് നാളിൽ നിങ്ങൾ വിളിക്കപ്പെടുക. വഅസ്മാഇ ആബാഇകും, നിങ്ങളുടെ പിതാക്കളുടെ പേരുകളിലേക്ക് ചേർത്തിട്ടാണ് നിങ്ങളെ വിളിക്കപ്പെടുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് ഫഅഹ്സിനു അസ്മാഅകും, നിങ്ങളുടെ പേരുകൾ നിങ്ങൾ നന്നാക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് പേര് നന്നാക്കുക. കുഞ്ഞു ജനിച്ച് 7-ാം നാൾ പേരിടുക എന്നത് സുന്നത്താണ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിതസ്മിയത്തിൽ മൗലൂദ് യൗമ സാബിഇഹി വവദഇൽ അദാ അൻ വൽ അഖീഖത്ത്, അറുക്കലും പേര് വിളിക്കലും അതുപോലെ തന്നെ മുടികളയലും ഒക്കെ 7-ാമത്തെ ദിവസം പ്രത്യേകം സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു 7-ാമത്തെ ദിവസം എന്നല്ല, ജനിച്ച അന്ന് തന്നെ പേരിടുന്നതിന് വിരോധമില്ല. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നത് കാണാം, ഉലിദലി ഗുലാം, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ഫഅതൈതു ബിഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കുഞ്ഞിനെയും കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നപ്പോ ഫസമ്മാഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന പേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു കുഞ്ഞിനെ. വഹന്നകഹു ബിത്തംറ,
ഈത്തപ്പഴം കൊണ്ട് മധുരം നൽകുകയുമുണ്ടായി എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇവിടെ ഈ രണ്ട് ഹദീസിനെയും ജംഅ ചെയ്തുകൊണ്ട് മുഹദ്ദിസുകൾ പറഞ്ഞത് അഖീഖ ഉദ്ദേശിക്കുന്നുവെങ്കിൽ 7ന്റെ ദിവസം പേര് വിളിക്കാമെന്നും ഇല്ല എങ്കിൽ ജനിച്ച അന്ന് തന്നെ പേര് വിളിക്കാമെന്നുമാണ്. പേരിടുക എന്നത് നിസ്സാരമായി നമ്മൾ കാണേണ്ടുന്ന വിഷയമല്ല. കാരണം ദുനിയാവിലെ പേരാണ് ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുക. മരണ സന്ദർഭത്തിൽ മലക്കുകൾ റൂഹുമായി ആകാശത്തേക്ക് പോകും. റൂഹും ജസദും വേർതിരിയുന്ന പ്രതിഭാസമാണല്ലോ മരണം എന്നത്. ആ റൂഹുമായി മലക്കുകൾ ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആകാശ കവാടത്തിൽ നിന്ന് ചോദിക്കപ്പെടും, മാ ഹാദ റൂഹു ത്വയ്യിബ്, വിശ്വാസിയുടെ റൂഹിനെ കുറിച്ച് പറയാണ്. മാ ഹാദ റൂഹു ത്വയ്യിബ്, ഈ നല്ല ആത്മാവ്, ഈ നല്ല റൂഹ് ആരുടേതാണ്? ഖാലു ഫുലാൻ ഇബ്നു ഫുലാൻ. അപ്പോൾ പറയും ഇന്ന ആളുടെ മകനായ ഇന്ന ആളാണ് എന്ന് പേരാണ് അവിടെ പറയപ്പെടുക. എന്നിട്ട് ആ ഹദീസിൽ കാണാം ബി അഹ്സനി അസ്മാഇഹി ബി അഹ്സനി അസ്മാഇല്ലതി കാനു യുസമ്മൂനഹു ബിഹി ഫി ദുനിയ, ദുനിയാവിൽ വിളിക്കപ്പെട്ട ഏറ്റവും നല്ല പേര്, ആ പേരെടുത്തിട്ടാണ് അവിടെ പരിചയപ്പെടുത്തപ്പെടുക എന്നത്. കാരണം വിശ്വാസികൾ മക്കൾക്ക് നൽകുക ഏറ്റവും നല്ല പേരാണ്. അതുകൊണ്ടാണ് ഈ ഹദീസിൽ ബി അഹ്സനി അസ്മാഇല്ലദീന കാനു യുസമ്മൂനഹു ബിഹി ഫി ദുനിയ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. 7 ആകാശത്തിലേക്ക് ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ, എന്റെ ഈ അടിമയുടെ പേര് കിതാബ് അത് ഇല്ലിയീനിൽ രേഖപ്പെടുത്തപ്പെടുക എന്ന് പറയും. ثم قرأ رسول الله صلى الله عليه وسلم, എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുകയാണ്. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ, വിശ്വാസികളുടെ റൂഹ് ചെന്നെത്തുന്ന ഇടം അതാണ് ഇല്ലിയീൻ. അത് കിതാബും മർഖൂം, ആ ഇല്ലിയീനിൽ പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട ലിഖിതമാക്കപ്പെട്ട രേഖയാണത്. യശ്ഹദുഹുൽ മുഖറബൂൻ, അല്ലാഹുവിന്റെ ഏറ്റവും മുഖറബീങ്ങളായ മലക്കുകൾ അതിന് സാക്ഷ്യം വഹിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. അതേസമയം അവിശ്വാസികളുടെ റൂഹാണെങ്കിൽ ചോദിക്കപ്പെടും മാ ഹാദ റൂഹുൽ ഖബീസ്, ഈ മോശപ്പെട്ട ആത്മാവ് ആരുടേതാണ്? ഖാലു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന ആളുടെ മകനായ ഇന്ന ആൾ എന്നവരെ പരിചയപ്പെടുത്തപ്പെടും. ബി അഖ്ബഹി അസ്മാഇഹി അല്ലതി കാനു യുസമ്മാ ബിഹാ ഫി ദുനിയ, ദുനിയാവിൽ വിളിക്കപ്പെട്ട അവിശ്വാസിയുടെ മോശപ്പെട്ട ആ പേര് ഇന്ന വ്യക്തിയുടെ മകനായ ഇന്ന വ്യക്തി എന്ന് അവിടെ വിളിക്കപ്പെടും. ഫയഖൂലുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല പറയും ഉക്തുബു കിതാബഹു ഫി സിജ്ജീൻ, സിജ്ജീൻ എന്ന മോശപ്പെട്ട കാഫിറിന്റെ അവിശ്വാസിയുടെ മോശപ്പെട്ട ആളുകളുടെ ആത്മാവ് ചെന്നെത്തുന്ന ഇടം, അവരുടെ പേര് രേഖപ്പെടുത്തുന്ന ഇടം, അതാണ് സിജ്ജീൻ. ഏറ്റവും ഭൂമിയുടെ ഏറ്റവും താഴെ ഭാഗം, അവിടേക്ക് അത് വലിച്ചെറിയപ്പെടും. ആ നിലക്കാണ് അവിശ്വാസിയുടെ ആത്മാവിനെ രേഖപ്പെടുത്തപ്പെടുക, വിളിക്കപ്പെടുക എന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ പേര് നന്നാവുക എന്നത് വളരെ പ്രധാനമാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ആ മഹത്വം പലരും മനസ്സിലാക്കാറില്ല എന്നതാണ്. മക്കൾക്ക് പേരിടുന്ന വിഷയത്തിൽ പോലും തർക്കങ്ങളിലും കലഹങ്ങളിലും ഒക്കെ ഏർപ്പെടുന്ന ആളുകളുണ്ട്. ഭർത്താവിട്ട പേര് ഭാര്യയ്ക്ക് പറ്റില്ല, ഭാര്യ ഇട്ടത് ഭർത്താവിന് പറ്റില്ല, ഭർത്താവിന്റെ ഉമ്മയിട്ട പേര് മരുമകൾക്ക് പറ്റില്ല, മരുമകൾ ഇട്ടത് ഉമ്മക്ക് പറ്റില്ല. അങ്ങനെ പലപ്പോഴും പിണക്കത്തിലേക്ക് വരെ എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചിലരാകട്ടെ റബ്ബ് തന്ന സന്താനത്തിന് പേരിടാൻ മക്ബറകളും ജാറങ്ങളും പോയി തേടിപ്പോകുന്ന ആളുകളെ നമുക്ക് കാണാം. അവിടെ മറമാടപ്പെട്ട ഷെയ്ഖിന്റെ ബറക്കത്തും പൊരുത്തവും അതിലൂടെ കൈവരുമെന്നാണ് അത്തരം ആളുകൾ വിശ്വസിക്കുന്നത്. ഇവർ റബ്ബ് നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദികേട് കാണിക്കുകയാണ്. കാരണം അവർ ഒരു സന്താനത്തിന് വേണ്ടി കൈനീട്ടി അല്ലാഹുവിനോട്. ഭാര്യ ഗർഭിണിയായപ്പോ അവർ രണ്ടുപേരും റബ്ബിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് സാലിഹായ ഒരു സന്താനത്തെ റബ്ബേ നീ നൽകുകയാണെങ്കിൽ ഞങ്ങൾ നന്ദി കാണിക്കുന്നവരിൽപ്പെട്ടവർ തന്നെയാകും എന്ന് പറയുകയും
അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹായ സന്താനത്തെ കൊടുത്തപ്പോ ജഅല ലഹു ശുറകാഅ ഫീമാ ആതാഹുമാ, അല്ലാഹു നൽകിയ അതിൽ അല്ലാഹുക്ക് പങ്കുകാരെ അവർ നിശ്ചയിക്കുന്നു. ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല എത്രയോ അത്യുന്നതനാണ്. അപ്പൊ അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ മറന്നുകൊണ്ട് സൃഷ്ടികളിലേക്ക് അവർ പോകുന്നു എന്നതാണ്. വമിനൻ നാസ് മൻ യത്തഖിദു മിൻ ദൂനില്ലാഹ് അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകൾ അങ്ങനെയുണ്ട്. അല്ലാഹനെ ഇഷ്ടപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും സൃഷ്ടികളിലേക്ക് ചായുന്ന ആളുകൾ. വിശുദ്ധ ഖുർആൻ അത്തരം ആളുകളെ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും. അതുകൊണ്ട് മക്കൾക്ക് പേരിടുമ്പോ നല്ല അർത്ഥമുള്ള മൂല്യമുള്ള പേരാണ് ഇടേണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അത് കേവലം ദുനിയാവിൽ മാത്രം വിളിക്കപ്പെടുന്ന ഒരു പേരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളാണ്, 3 ആൺമക്കളും 4 പെൺമക്കളും. ആ 3 ആൺമക്കളുടെ പേരുകൾ അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം. 4 പെൺമക്കൾ ഫാത്തിമ, ഉമ്മു കുൽസൂം, റുഖിയ, സൈനബ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ ബാക്കി എല്ലാ മക്കളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വിയോഗാനന്തരം 6 മാസത്തിനുള്ളിൽ അവരും ഈ ലോകത്തോട് വിട പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹുവിലേക്ക് ചേർത്ത്, അള്ളാഹുവിന്റെ നാമത്തിലേക്ക് ചേർത്തുകൊണ്ട്, അബ്ദ് ചേർത്ത് കൊണ്ടിടുന്ന പേരുകളാണ് ഏറ്റവും നല്ല പേരുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ചു, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ എന്ന് ഹദീസിൽ പ്രത്യേകം വന്നത് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് ചേർത്ത് അബ്ദിടുക, സൃഷ്ടികളുടെ നാമത്തിലേക്ക് ചേർത്ത് അബ്ദിടാൻ പാടില്ല. അബ്ദുൽ നബി, അബ്ദുൽ റസൂൽ, അബ്ദുൽ മനാഫ്, അബ്ദുൽ മസീഹ്, അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ ഹുസൈൻ തുടങ്ങിയ പേരുകളൊന്നും ഇടാൻ പാടില്ല. അള്ളാഹുവിന്റെ നാമത്തിലേക്ക് ചേർത്ത് അബ്ദ് ചേർത്ത് കൊണ്ടുള്ള നാമങ്ങൾ മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ ഖിൻസബ്, പിശാചുക്കളുടെ പേരുകൾ, അല്ലെങ്കിൽ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട അബ്ദുൽ ഉസ്സ, അബ്ദുൽ ഷംസ് തുടങ്ങിയ പേരുകൾ, അതല്ലെങ്കിൽ റബ്ബ് നശിപ്പിച്ച ആളുകൾ ഖാറൂനെ പോലെ, ഫിർഔനെ പോലെ അവരുടെ പേരുകൾ, അല്ലെങ്കിൽ അള്ളാഹു ശപിച്ച അബൂ ലഹബ്, അബൂ ജഹലിനെ പോലുള്ളവരുടെ പേരുകൾ, അതല്ലെങ്കിൽ വെറുക്കപ്പെട്ട അർത്ഥം വരുന്ന ലാലിം, ഫാസിഖ്, സാരിഖ്, ഹിമാർ തുടങ്ങിയ പേരുകൾ, ഇതൊക്കെ വിലക്കപ്പെട്ടതാണ്. അനുയോജ്യമല്ലാത്ത പേരുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയത് നമുക്ക് കാണാം. ഒരു നിവേദക സംഘം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിയപ്പോ അവരിൽ ചിലർ യുസമ്മൂന റജുലൻ മിൻഹും, അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ അവർ വിളിക്കാൻ അബ്ദുൽ ഹജർ, കല്ലിന്റെ അടിമ എന്ന് വിളിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, മസ്മുക്ക്, പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അബ്ദുൽ ഹജർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവിടെ തിരുത്തുകയാണ്. ഖാല ലാ അബ്ദുല്ല എന്ന് അവിടെ തിരുത്തി കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അമിത പ്രശംസയുള്ള പേരുകൾ വിലക്കപ്പെട്ടതാണ്. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് ബിൻ അംർ ബിൻ അത്താർ അദ്ദേഹം പറയണം, സുമ്മീതു ഇബ്നി ബർറ, എന്റെ മകൾക്ക് ഞാൻ ബർറ എന്ന് പേരിട്ടു, പുണ്യവതി എന്ന് പേരിട്ടു. ഫഖാലത്ത് സൈനബ ബിൻത് അബി സലമ, അവർ പിന്നീട് പറയുകയാണ്, ഇന്ന റസൂലൽ അൻഹാദൽ ഇസ്ം, ഈ പേര് പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, ലാ തുസക്കു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ അമിത പ്രശംസ നടത്തരുത്. അല്ലാഹു അഅലമു ബി അഹ്ലിൽ ബിർരി, പുണ്യം ചെയ്യുന്ന ആളുകൾ ആരാണ് എന്ന് അള്ളാഹുവിനാണ് നന്നായി അറിയുക. അപ്പൊ അവര് ചോദിച്ചു, ബിമനുസമ്മിഹ, എന്ത് പേരാ ഞങ്ങൾ വിളിക്കേണ്ടത്? ഫഖാല സമ്മൂഹ സൈനബ്, നിങ്ങൾ സൈനബ് എന്ന് വിളിച്ചോളൂ എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ പേരുകൾ ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാം. സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നഹാനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസമ്മിയ റഫീഖന ബി അർബഅതി അസ്മാ, 4 പേരുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അഫ്ലഹ്, റബാഹ്, യസാർ, നാഫിഅ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മറ്റൊരു റിപ്പോർട്ടിൽ, ലാ തുസമ്മി ഗുലാമക റബാഹൻ വലാ യസാറൻ വലാ അഫ്ലഹ് വലാ നാഫിഅ്. റബാഹ്, യസാർ, അഫ്ലഹ്, നാഫിഅ്, ഈ പേരുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്, വിരോധിച്ചതാണ്.
അതുപോലെ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള പേരുകൾ ഹദീസിൽ വന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഖ്നഉൽ അസ്മാഇ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നിന്ദ്യമായ പേര് റജുലുൻ തസമ്മ ബിമലിക്കിൽ അംലാഖ്, മലിക്കുൽ അംലാഖ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. രാജാക്കന്മാരുടെ രാജാവ് എന്ന പേര്. കാരണം ലാ മാലിക ഇല്ലല്ലാഹ്, രാജാവായിട്ടുള്ളവൻ, ഉടമയായിട്ടുള്ളവൻ അത് അല്ലാഹയല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് പേർഷ്യൻ ഭാഷയിൽ ഷഹൻഷാ എന്ന വാക്കിനും അതേ അർത്ഥമാണ് വരുന്നത്. അപ്പൊ തെറ്റായ അർത്ഥമുള്ള പേരുകൾ അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിയിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അന്ന ഇബ്നതൻ ലി ഉമർ കാന യുഖാലു ലഹ ആസിയ. ആസിയ എന്ന് പറഞ്ഞാൽ ധിക്കാരം കാണിക്കുന്നവൾ, അനുസരണക്കേട് കാണിക്കുന്നവൾ എന്നുള്ള അർത്ഥം വന്ന പേരിട്ടപ്പോ ഫസമ്മാഹ, ആ നിലക്ക് വിളിക്കപ്പെട്ടപ്പോ സമ്മാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമീല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമീല എന്ന് പേരാക്കിയത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പേരിൽ എന്തിരിക്കുന്നുള്ളതല്ല, ഇത്രയും നിർദ്ദേശങ്ങൾ. തെറ്റായ പേരുകൾ വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തിയത്, ശിർക്ക് കലർന്ന പേരുകൾ തിരുത്തിയത്, മോശപ്പെട്ട അർത്ഥം വന്നത് തിരുത്തിയത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഖിയാമത്ത് നാളിൽ ഈ നാമം വെച്ചിട്ടാണ് വിളിക്കപ്പെടുക. റൂഹ് ഓരോരുത്തരുടെയും മരണ സന്ദർഭത്തിൽ റൂഹുമായി പോകുമ്പോ മലക്കുകൾ അവിടെ മഹാദ റൂഹ് തയ്യിബ് എന്ന് ചോദിക്കുമ്പോ ഇന്ന ആളുടെ മകൻ എന്ന പേരാണ് അവിടെ, പേരിലൂടെയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. പേരെന്നത് നിസ്സാരമല്ല. അഹ്സിനു അസ്മാഅക്കും, നിങ്ങളുടെ നാമങ്ങൾ നന്നാക്കണമെന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് അതൊരു മക്കളെ വളർത്തുമ്പോ സാഹചര്യങ്ങൾ, മക്കൾ നന്നാവാനുള്ള സാഹചര്യങ്ങളിൽ ഒരു പങ്ക് അതിനുമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ആ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് ഉപകാരപ്പെടുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി നമ്മുടെ മക്കളെ വളർത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام عليه وصحبه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. സഹാബിമാർ അവരുടെ മക്കൾക്കിട്ട പേരുകൾ ത്വൽഹ, സുബൈർ റളിയല്ലാഹു അൻഹുമാ, 10ഓളം മക്കളുണ്ടവർക്ക്. ത്വൽഹ റളിയല്ലാഹു അൻഹു മക്കൾക്ക് അംബിയാക്കളുടെ പേരിട്ടു. സുബൈർ റളിയല്ലാഹു അൻഹു മക്കൾക്ക് ശുഹദാക്കളുടെ, രക്തസാക്ഷികളുടെ പേരിട്ടു. ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ മക്കൾക്ക് ഞാൻ അംബിയാക്കളുടെ പേരാണ് ഇട്ടത്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളിട്ടത് ശുഹദാക്കളുടെ പേരല്ല, നബിമാരുടെ പേരാണ് എൻ്റെ മക്കൾക്ക് ഇട്ടത്. അപ്പൊ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ മക്കളെല്ലാം ശുഹദാക്കളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, രക്തസാക്ഷികളാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ മക്കൾ നബിയാകാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കല്ലേ, അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നർത്ഥത്തിൽ അവർ പരസ്പരം സംസാരിച്ചത് കാണാം. പറഞ്ഞു വന്നത് അമ്പിയാക്കളുടെ പേരുകളിടാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മകന്റെ പേര് ഇബ്രാഹിം എന്നാണ്. അതുപോലെ തന്നെ ഇമാം ബുഖാരി കൊടുത്ത ഒരു ബാബിന്റെ പേര് തന്നെ ബാബു തഹ്ദീലുൽ ഇസ്മി ഇലാ ഇസ്മിൻ അഹ്സന മിൻഹു, നിലവിലുള്ള പേരിൽ നിന്ന് ഏറ്റവും നല്ല പേരാക്കി മാറ്റുന്ന അധ്യായം എന്ന പേരിൽ ഒരു അധ്യായം കൊടുത്തത് കാണാം. ബാബു മൻ സമ്മ ബി അസ്മാഇൽ അംബിയ, അംബിയാക്കളുടെ പേരിടുന്ന അധ്യായം എന്ന പേരിൽ അധ്യായത്തിന് നാമം കൊടുത്തതൊക്കെ കാണാം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വാസികളാണ്. നമുക്ക് നാളെ പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ അവിടെ സ്വർഗത്തിൽ കുടുംബസമേതം ജീവിക്കേണ്ടവരാണ്. ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടേണ്ടത് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ആ നിലക്കുള്ള നിർദ്ദേശങ്ങളാണ് ദീനിയായിട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു തആല കുടുംബസമേതം നാളെ സ്വർഗീയാരാമത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ.
മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في غزة. اللهم أهلك اليهود. اللهم أهلك أعداءهم. اللهم دمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.